Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഓൾറെഡി കഴിഞ്ഞു, പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യാത്ത കൊണ്ട് നമ്മൾ ഇന്നാണ് ക്രിസ്മസിൻ്റെ വിഷസ് തരുന്നത്. അതുപോലെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് മാർക്കറ്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട്, അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട്, കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് സ്വിങ്ങിനുള്ള സ്റ്റോക്കുകളും ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഇന്ന് കാണുന്നത്. ഏകദേശം നമ്മുടെ ഒരു ഓൾ ടൈം ഹൈൻ്റെ അവിടെ നിന്നിട്ടുള്ളൊരു കൺസോൾട്ടേഷനാണ്. ഇപ്പോൾ ഒരു 4 വീക്സ് ആയിട്ട് നമുക്കറിയാം, 4 ആഴ്ചയായിട്ട് ഒരു ചെറിയ ക്യാൻഡിൽസ് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെല്ലിങ് വരുന്നുള്ളൊരു ക്യാൻഡിലാണ്. കണ്ടോ, നമുക്ക് ഏകദേശം നിഫ്റ്റി ഈ റേഞ്ച് വരെ പോയി. പക്ഷേ ആ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ നല്ലൊരു സെല്ലിംഗ് ആണ് വന്നേക്കുന്നത്. 26,200 റേഞ്ചിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് വന്നത്. അത് ഏകദേശം 26,000 അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 26,000 മുകളിൽ ക്ലോസ് ചെയ്ത് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ എന്തായാലും ആ ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ ഫോർമേഷൻ അത്ര സ്ട്രെങ്ത്ത് കാണുന്നില്ല. പക്ഷേ ഡെയിലിയിട്ട് വന്നാൽ നമുക്കറിയാം ഏകദേശം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസത്തെ ആ ഒരു നല്ലൊരു ഹൈ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് തന്ന് മേലോട്ട് പോയി. അതിനുശേഷം 3 ദിവസം റെഡ് ക്യാൻഡിലാണ്. ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിങ് ഏകദേശം നടന്ന പോലെ ഉണ്ട്. ചിലപ്പോൾ ഇവിടെ തന്നെ റിവേഴ്സലാവാനും സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം 26,250 ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താലാണ് നിഫ്റ്റിയിൽ നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കുറച്ച് നാൾ ഒന്നുകൂടി കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ റേഞ്ചിനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് തരിക. പക്ഷേ ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു റാലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും വലിയൊരു ഫോള് നമുക്ക് എന്തായാലും നമ്മൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ബൈ ചെയ്യുക കാരണം കൊണ്ട് നമുക്ക് വലിയൊരു ഫോള് നിഫ്റ്റിയിലൊന്നും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ FIS സെല്ലിങ്ങിൽ ചില സമയങ്ങളില്ല, ഭൂരിഭാഗം സമയങ്ങളിൽ അവർ സെല്ലിങ്ങിലാണ്. എന്നിട്ട് മാർക്കറ്റ് ഫോളോ ആവാണ്ട് നിൽക്കുന്നത് DASൻ്റെ നല്ലൊരു സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നല്ലൊരു ഫോളോ നെഗറ്റീവ് ന്യൂസ് വന്നാലും DASൻ്റെ നല്ലൊരു സപ്പോർട്ട് മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയൊരു ഫോള് പണ്ടത്തെ പോലുള്ള മാർക്കറ്റ് അല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FISൻ്റെ കൺട്രോളിലായിരുന്നു മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് അവർ നല്ലൊരു സെൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തോട്ട് പോകുന്ന സിറ്റുവേഷനാണ്. അവരുടെ കൺട്രോളായിരുന്നു. അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റില്ല. കാരണം DASും കൂടി നല്ലൊരു സ്ട്രെങ്ത്ത് മാർക്കറ്റിലുണ്ട്. അവരുടെ കയ്യിൽ നല്ല ഹ്യൂജ് ക്യാപിറ്റലുള്ള കാരണം കൊണ്ട് അങ്ങനെ മാർക്കറ്റിൻ്റെ താഴത്തോട്ട് പോകാനൊന്നും അവരധികം സമ്മതിക്കില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരുപാട് നിക്ഷേപങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഈ മാർക്കറ്റിലാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം താഴത്തോട്ട് പോകാനുള്ള സാധ്യതയില്ല. താഴത്തോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫോള് വരുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം നമ്മുടെ വിചാരിച്ച സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ നല്ല ആക്ട് ചെയ്തിട്ട് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഇത് കാണുന്നില്ല. ഇപ്പോൾ വീക്കിലി ക്യാൻഡിൽ നോക്കിയാൽ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിലാണ് കാണുന്നത്. നിഫ്റ്റിനെ പോലെ ഉള്ള ഒരു റെഡ് ക്യാൻഡിലല്ല സ്മോൾ ക്യാപ്പിൽ. അപ്പോൾ നമുക്ക് നിഫ്റ്റിനേക്കാളും കുറച്ച് സ്ട്രെങ്ത്ത് സ്മോൾ ക്യാപ്പിലുണ്ടെന്ന് വിചാരിക്കാം. കാരണം സ്മോൾ ക്യാപ്പ് അത്ര രീതിയിൽ താഴത്തോട്ട് വന്നതാണ്. ഇപ്പോഴാണ് ആ റേഞ്ചിൽ നിന്നൊക്കെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് സ്മോൾ ക്യാപ്പ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫോർമേഷനും അത്ര നല്ലതല്ല. കഴിഞ്ഞൊരു റെഡ് ക്യാൻഡിലാണ്, പക്ഷേ ആ ഒരു റെഡ് ക്യാൻഡിൽ വോളിയം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്നിട്ടൊന്നും ഇവിടെ തന്നെ മേലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 17,780 റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലത്. ചിലപ്പോൾ അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പുൾ ബാക്ക് തരാനും സാധ്യതയുണ്ട്. ഇവിടുന്ന് ചിലപ്പോൾ ഒരു 50 ML ഒക്കെ ഒരു പുൾ ബാക്ക് തന്നിട്ട് മേലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേഞ്ച് സ്മോൾ ക്യാപ്പ് ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ 2 ഗ്രീൻ ലൈനിൻ്റെ ഉള്ളിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ ലൈന് ബ്രേക്ക് ചെയ്താലാണ് ഞാൻ നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ നമുക്ക് സ്മോൾ ക്യാപ്പിൽ എടുക്കാൻ പറ്റുള്ളൂ. ഒരു 18,550 എബോവ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഞാൻ സ്മോൾ ക്യാപ്പിൽ ഒരു ചെറിയൊരു ബുള്ളിഷ് മൂവ്മെൻറ്റും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നുള്ളൂ. അതുവരെയും ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. കൂടാതെ നമുക്ക് ഒരു 2 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് NBCC എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. NBCC ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റോക്ക് ഒരു 5% ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിന് അടുത്താണ് നിൽക്കുന്നത് ഈ ഒരു സ്റ്റോക്ക്. ഏകദേശം ആ നല്ലൊരു കഴിഞ്ഞൊരു വീക്ക്ലി ക്യാൻഡിലാണെങ്കിൽ നല്ലൊരു ക്യാൻഡിലാണ്, ഡെയിലി ക്യാൻഡിലാണെങ്കിൽ നല്ലൊരു ബുള്ളിഷാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളിയത്തോടുള്ള
ക്യാൻഡിലാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ നമുക്ക് എടുക്കാം. ഏകദേശം ഈ റേഞ്ച് നമുക്ക് ഒരു എൻട്രി പോയിന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു സ്വിംഗ് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എൻട്രി കിട്ടുമോയെന്ന് അറിയില്ല. കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു എൻട്രിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെയാണ് എന്തായാലും മിക്കവാറും സ്റ്റോക്ക് മേലെ ഓപ്പൺ ആണ്. ഇപ്പോൾ അതൊക്കെ റീടെസ്റ്റ് തരും. നമ്മൾ പൊതുവെ എല്ലാ വീട്ടിലും പറയുന്നതാണ്. ഇങ്ങനെ ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു സേഫ് ആയിട്ടുള്ള എൻട്രിയാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതായത് 115 എന്നുള്ള സ്റ്റോപ്പ് ലോസ് ടാർഗറ്റായിട്ട് നമുക്ക് ഏകദേശം ഒരു 130 നമുക്ക് ടാർഗറ്റായിട്ട് നമുക്കൊരു സേഫായിട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. ഇത് ഫസ്റ്റ് ടാർഗറ്റാണ്. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ സെക്കൻഡ് ടാർഗറ്റൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഫ്രീ ഗ്രൂപ്പാണ്. അതിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതൊന്നും പിന്നെ ഒരു അപ്ഡേഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ടെലിഗ്രാം ആകുമ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ ചെയ്ത വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മളിത് പറയുന്നത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോ. ഓക്കെ, പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ താഴത്തോട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു പുൾ ബാക്ക് ചിലപ്പോൾ ഓപ്പൺ ആവുന്നത് ചിലപ്പോൾ ഈ 122 123 റേഞ്ചിലായിരിക്കും ചിലപ്പോൾ. അതിനുശേഷം ചിലപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റോക്കുകളും 1-2 ദിവസം ഒരു പുൾ ബാക്ക് തന്നിട്ട് മേലോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു പുൾ ബാക്ക് കഴിഞ്ഞിട്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാം നമ്മളിപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് 122 123 മുകളിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് റിവാർഡ് ടാർഗറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മേലോട്ട് കയറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എൻട്രി എടുത്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ NBCC നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. അതുപോലെ അടുത്തൊരു സ്റ്റോക്കാണ് ടെന്നേക്കോ ക്ലീൻ എയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കാണെങ്കിലും കഴിഞ്ഞ ദിവസം 4% മൂവ്മെൻറ്റ് തന്നു. ഈ ഒരു സ്റ്റോക്ക് ഒരു IPO സ്റ്റോക്കാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് നടക്കുന്നുള്ള ഒരു റേഞ്ചാണ് ഇപ്പോൾ ഉണ്ട്. ഏകദേശം ഈ റേഞ്ച് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈ ആണല്ലോ, ഏകദേശം 522 വരുന്നത്. അപ്പോൾ ഈ 522 നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി ആയിട്ട് നമ്മൾ നോക്കുന്നത്. 522 എബോ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാം. ഈ ഒരു ക്യാൻഡിൽ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഏകദേശം വരുന്നത് ഒരു 496 സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നുണ്ട്. നമ്മുടെ എൻട്രി പറഞ്ഞത് 522 അപ്പോൾ നമുക്ക് ടാർഗറ്റായിട്ട് ഏകദേശം ഒരു 560. ഓക്കെ, 560 നമുക്ക് ടാർഗറ്റായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നോക്കാം. ഒരു IPO സ്റ്റോക്കാണ്. ലിസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് പതുക്കെ താഴത്തോട്ട് പോയി. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവസാന ഒരു വീക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്യാൻഡിലാണ്. ഒരു വീക്കിലി ക്യാൻഡിൽ എടുത്താലും നമുക്കറിയാം നല്ലൊരു ക്യാൻഡിലാണ്. കണ്ടില്ലേ, നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഏകദേശം 1 2 3 4 ഒരു 3 വീക്കൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. അപ്പോൾ അത് നല്ലൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണെങ്കിലും നല്ല വോളിയത്തോടുള്ള ഒരു ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല വീണ്ടും ഇപ്പോൾ ചില സമയങ്ങളിൽ സ്റ്റോക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് കണ്ട ഇവിടുന്ന് ഒരു സെല്ലിങ് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടുന്ന് നാളെ ഓപ്പണായി പതുക്കെ താഴത്തോട്ട് വന്ന് ഈ റേഞ്ചിലൊക്കെ ഒന്ന് വന്ന് പിന്നെ ഇവിടുന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിലും അത് നല്ലതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കൺഫർമേഷനാണ് നമുക്ക്. അതല്ല ഇവിടുന്ന് തന്നെ ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം തന്നെ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോമായിട്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതല്ല ചില സമയങ്ങളിൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ മേലോട്ട് പോവും. ബ്രേക്കൗട്ട് നടന്നല്ലോ, ബ്രേക്കൗട്ട് നടന്ന് പിന്നെ ഈ റേഞ്ച് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് 2-3 ടൈപ്പിൽ ഈ സ്റ്റോക്കുകളിലൊക്കെ എൻട്രി എടുക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഓരോ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ വരുന്ന ആഴ്ചയിൽ നമ്മൾ നോക്കുന്ന സ്റ്റോക്കുകൾ. ഒരുപാട് സ്റ്റോക്കുകളില്ല. പിന്നെ ജനുവരിയിലൊക്കെ ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊസിഷൻസൊക്കെ ഒന്ന് പതുക്കെ ഒരു സ്ലൈറ്റ് ആക്കാൻ നോക്കുക. ചെറിയ പൊസിഷൻ ഹോൾഡ് ചെയ്യുക ബഡ്ജറ്റ് കഴിയുന്നവരെ. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി ഒക്കെ ആഡ് ചെയ്തിട്ട് പൊസിഷൻ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ വീഡിയോ കാണുന്നവരെന്നാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്